നാളെ അതിലൊരു റിസൾട്ട് ഉണ്ടാകും. നാളെ നാളെ അതിൻ്റെ അന്തിമ തീരുമാനങ്ങൾ നമുക്കൊരു പക്ഷേ അറിയാൻ കഴിയും. എന്നാൽ ആ വാഹനത്തിലേക്ക്, ആ ലോറിയിലേക്ക് നാളെ എത്താൻ കഴിയും, അതിൻ്റെ ക്യാബിനിലേക്ക്. നേരത്തെ SP പറഞ്ഞതുപോലെ നമ്മുടെ ലക്ഷ്യം അർജുനാണ്, നമ്മളുടെ ലക്ഷ്യം ആ ലോറിയുടെ ക്യാബിനാണ്. നമ്മൾ നാളെ അതിലേക്ക് എത്തും. അതിലേക്ക് എത്താൻ വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളിലേക്കും ഈ രാത്രി കടക്കുകയാണ്. അവിടെ രക്ഷാദൗത്യത്തിന് വേണ്ടുന്നതൊക്കെ നാളെ രാവിലെ പുലരുന്നതിന് മുൻപ്, പുലരുന്നതോടെ രക്ഷാദൗത്യം പുനരാരംഭിക്കാൻ നാളെ സാങ്കേതികമായി ഏറെ സൗകര്യങ്ങൾ ഒരുക്കേണ്ട ദിവസമാണ്. മേജർ ജനറൽ ഇന്ദ്രപാൽ അവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും നാളെ മറ്റു കാര്യങ്ങൾ. നാളെ ഈ രക്ഷാദൗത്യത്തിൻ്റെ കോർ ഏരിയ എന്ന് പറയുന്ന അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുകയാണെന്നാണ് MLA പറഞ്ഞ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും നാളെ അവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോഴവിടെ മാധ്യമങ്ങൾ ചെറിയ നിയന്ത്രണങ്ങൾ സ്വയമേവ തീരുമാനിക്കണം. അത് അടിച്ചേൽപ്പിക്കുന്നതല്ല നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. അതാണ്. തെരച്ചിൽ പ്രദേശത്ത് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ രാത്രി തെരച്ചിൽ തുടരും. കനത്ത മഴ പെയ്താൽ അത് നിർത്തിവെക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ഒരു 11 മണിവരെയൊക്കെ തിരയാൻ പറ്റുന്ന തരത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അങ്ങ് ദൂരെ ഒരു വെളിച്ചം, ഒരു ലൈറ്റ് അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെയാണ് ആ തെരച്ചിൽ നടക്കേണ്ടതാണ്. അതിൻ്റെ കേന്ദ്രഭാഗം, അതിൻ്റെ കോർ ഏരിയ എന്ന് പറയുന്നത് അവിടെയാണ്. ഷഫീദ് റാവുത്തർ ഒരിക്കൽ കൂടി ചേരുന്നു. ഷഫീദ്, അവിടെ വാഹനങ്ങളൊക്കെ മൂവ് ചെയ്യുന്നത് കാണുന്നുണ്ട്. മഴ കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും നീക്കങ്ങൾ ഈ രാത്രി പ്രതീക്ഷിക്കാമോ? എന്ന് വെച്ചാൽ അവിടെ നാവികസേനാംഗങ്ങൾക്ക് പുഴയിൽ ഇറങ്ങാൻ പറ്റുമോ? കനത്ത കുത്തൊഴുക്കാണ്. ഇറങ്ങാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. പക്ഷേ മറ്റെന്തെങ്കിലും സൗകര്യങ്ങൾ ഒരുക്കി അവിടെ ഇറങ്ങാൻ അവർ ശ്രമിക്കുന്നുണ്ടാകുമോ? ഇത് ഇപ്പോഴിതാ കരസേനയുടെ വാഹനങ്ങൾ അവിടെ കടന്നു പോവുകയാണ്. രക്ഷാദൗത്യത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഒരു സേനാ വിഭാഗങ്ങൾ അവിടെ ആ രക്ഷാദൗത്യ മേഖലയിൽ നിന്നൊക്കെ നീങ്ങുന്നുണ്ട്. അവർ അവിടേക്ക് മാറിപ്പോവുകയാണ്. അടുത്ത ദൗത്യത്തിലേക്കൊക്കെ ആ ദൗത്യ മേഖലയിൽ നിന്ന് നീങ്ങുന്നുണ്ട്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്. ഹാഷ്മി, ആർമിയുടെ ഒരു യൂണിറ്റ് അവിടെ നിന്ന് മടങ്ങുകയാണ്. ഒരുപക്ഷെ രാവിലെ തിരികെ വരാൻ അവർ പോകുന്നതായിരിക്കും. എന്താണ്, അവരവിടെ നിർത്തിയിട്ടിരിക്കുകയാണല്ലോ അവരുടെ വാഹനം? അല്ല വിജയകുമാർ, ഒരു ക്യാമറയുടെ ഒരു പീസ് താഴേക്ക് ഇളകുന്നത് മാറ്റാൻ വേണ്ടി നിൽക്കായിരുന്നു. ഈ കാഴ്ച നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ എല്ലാ ദിവസവും കാണുന്ന കാഴ്ച തന്നെയാണ്. ആർമിയുടെ 2 വാഹനങ്ങൾ ഇത്തരത്തിൽ മടങ്ങാറുണ്ട്. അത് രാവിലെ വരികയും ചെയ്യും. എന്തായാലും ഇന്നിപ്പോൾ അവിടെ 11 മണി വരെ ഉണ്ടെന്ന് പറയുമ്പോൾ പോലും വിജയകുമാർ, ഇപ്പോൾ കാർവാർ SP അടക്കമുള്ള MLA അടക്കമുള്ളവർ പറയുന്നത് ഓൾമോസ്റ്റ് ഇന്നത്തെ ആ ദൗത്യം വൈൻഡപ്പ് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. അതിന് ഈ പുഴയിൽ ഉണ്ടാകുന്ന അതിഭീകരമായ കുത്തൊഴുക്കുന്നതിനാണ് കാരണം പറയുന്നത്. പക്ഷേ അവർ 11 മണി വരെ അവിടെ തുടരും എന്നുള്ളതേ ഉള്ളൂ. അത് ഒരുപക്ഷെ പേരിന് തുടരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇനി ആ രക്ഷാദൗത്യത്തിലെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ് വിജയകുമാർ? അടുത്ത സ്റ്റെപ്പ് നേവിയുടെ സംഘത്തിന് അതിനുള്ളിലേക്ക് പോവുക എന്നുള്ളതാണ് ഇനിയുള്ള മേജർ ഇമ്മീഡിയറ്റ് സ്റ്റെപ്പ്. അത് സംഭവിച്ചാൽ മതിയാവുകയുള്ളൂ. ഇനിയിപ്പോൾ അതാണ് ആദ്യം ഇറങ്ങി ലോറി ലോക്ക് ചെയ്യുക, അതിനുശേഷം ഇത് പൊക്കി ഉയർത്തുക എന്നാണ് ഇനിയിപ്പോൾ അതിൽ ചെയ്യേണ്ടത്. അതിൽ ആദ്യം ഇറങ്ങേണ്ടത് നേവിയുടെ ഡൈവർ സംഘത്തിന് അതിനുള്ളിലേക്ക് ഇറങ്ങുക എന്നുള്ളത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ ഡൈവർ സംഘമല്ല, അതിവിദഗ്ധരായ മുങ്ങൽ സംഘാംഗങ്ങളാണ് നേവിക്കുള്ളത് ഞാൻ പറയാതെ തന്നെ പ്രേക്ഷകർക്ക് അറിയാം. അപ്പോൾ അവർക്ക് പോലും അതിലേക്ക് കടക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഇവിടെ കുറച്ച് മുങ്ങൽ വിദഗ്ധരായ കുറച്ച് മുക്കത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ ആ ദൗത്യത്തിന് വേണ്ടി അനുവദിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഈ പുഴയിലെ ഈ ഒഴുക്കിൽ അതൊന്നും സാധ്യമാവും തോന്നുന്നില്ല. അപ്പോൾ നേവിയുടെ തെരച്ചിൽ സംഘം അതിനുവേണ്ടി കാലാവസ്ഥ അനുകൂലമാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നാളെ കൂടുതൽ സാങ്കേതിക സഹായങ്ങൾ എത്തുന്നു. മേജർ ഇന്ദ്രപാലിന്റെ ഈ പറയുന്ന അതിശക്തമായ വലിയ പവർഫുൾ ഡ്രോൺ ആണ് എന്ന് പറയുകയാണ് കാർവാർ MLA. ഇന്ന് 20 അടി താഴ്ചയിൽ എന്താണ് വളരെ ഭംഗിയായി വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കാൻ എന്ന് പറഞ്ഞാൽ ഈ ലോറിയുടെ കിടപ്പ് അതിന്റെ ഘടന ഒരുപക്ഷെ അത് ഏത് രീതിയിൽ ഉയർത്താൻ കഴിയും, എവിടെ ഹുക്ക് ചെയ്യാൻ കഴിയും, എവിടെ ടക്ക് ചെയ്യാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി മനസ്സിലാക്കാൻ കഴിയുന്ന ചില ദൃശ്യങ്ങൾ നാളെ ഈ ഡ്രോൺ പരിശോധനയിൽ നിന്ന് വ്യക്തമാകുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെ ഒരുപക്ഷെ മഴ അല്പമൊന്ന് മാറി നിന്നാൽ ഒരുപക്ഷെ ഇവിടെ മഴ പെയ്താലും ഒരുപക്ഷെ മലയോര മേഖല വൃഷ്ടിപ്രദേശങ്ങൾ മഴയൊന്ന് കുറഞ്ഞു നിന്നാൽ നമുക്ക് മഴയല്ല വിജയകുമാർ പ്രശ്നം, കാറ്റുമല്ല പ്രശ്നം. നമുക്ക് യഥാർത്ഥ പ്രശ്നം ഈ ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിലെ ഒഴുക്കാണ് പ്രശ്നം. കാര്യം SP തന്നെ പറയുന്നുണ്ടായിരുന്നു 20 നോട്ടിക്കൽ മൈൽ സ്പീഡിലാണ് അതിന്റെ ഒഴുക്ക് എന്ന് പറയുകയാണ്. അത് സാധാരണ പുഴയിലൊന്നും കാണുന്ന ഒരു ഒഴുക്കല്ല. ഒരു ഡൈവർക്ക് അതിലേക്ക് ജമ്പ് ചെയ്തുകൊണ്ട് സ്റ്റേബിളായി നിൽക്കാൻ കഴിയില്ല.
ജമ്പ് ചെയ്യുമ്പോൾ തന്നെ 20 മീറ്റർ 30 മീറ്റർ അകലത്തേക്ക് തെറിച്ചു പോകുന്ന സാഹചര്യം ഈ ഗംഗാവാലി പുഴയ്ക്കടിയിൽ ഉണ്ട് എന്ന് പറയുകയായിരുന്നു കാർവാർ SP. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ആ കാലാവസ്ഥ അനുകൂലമായി ഒഴുക്കൊന്നും നിലയ്ക്കുക എന്നുള്ളത് അതിപ്രധാനമാണ് ഈ ദൗത്യത്തിൽ. നാളെ ഈ സാങ്കേതിക സംവിധാനം ഉപയോഗിച്ചുകൊണ്ട്, ഈ റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട്, ഈ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ കൂടുതൽ അരങ്ങൊരുക്കലാണ് നാളെ നടക്കുക. അപ്പോഴും ആ അരങ്ങൊരുക്കൽ നടക്കുന്നു പറയുമ്പോൾ പോലും ഈ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ലൊക്കേഷൻ കുറച്ചുകൂടി വളരെ ക്ലാരിറ്റിയോടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പോലും അപ്പോഴും പ്രധാനം ഈ നേവി ഡൈവർമാർ ജമ്പ് ചെയ്തുകൊണ്ട് ഇതിനെ ലോക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇനിയുള്ള ലക്ഷ്യാവധിയിൽ അതിപ്രധാനം. അതിനുശേഷമാണ് സ്ലിംഗറോ വിങ്ങർ ആവട്ടെ, ക്രെയിൻ ആവട്ടെ, ബാക്കി എന്ത് സംവിധാനമാകട്ടെ, ലോറി ഉയർത്താനുള്ള ഈ പറയുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങണമെങ്കിൽ അതിൽ ആദ്യം നേവിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ കഴിയണം. നാളെയെങ്കിലും അത് ഇറങ്ങാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ. നാളെ രാവിലെ തന്നെ രക്ഷാദൗത്യം തുടങ്ങാൻ പോകുന്നു. പൂർവാധികം ഇന്നത്തെ രക്ഷാദൗത്യം ഏതാണ്ട് 11 മണിവരെയൊക്കെ ഇന്നത്തെ രക്ഷാദൗത്യം ഒരു 11 മണിവരെയൊക്കെ തുടരും എന്ന് MLA അറിയിച്ചെങ്കിലും പക്ഷേ അതിന് ഉതകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് എന്ന് കരുതാൻ കഴിയില്ല. ആ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കാണുന്നതാണ് രക്ഷാദൗത്യത്തിൻ്റെ കോർ ഏരിയ. അവിടെ വെളിച്ചമൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്, വാഹനങ്ങളൊക്കെ അവിടെ നിന്ന് മൂവ് ചെയ്യുന്നത് കാണാം. പക്ഷേ ആ പുഴയിൽ കുത്തൊഴുക്കാണ്, ഇപ്പോൾ ജലനിരപ്പ് ഉയരുന്നുണ്ട്. അതുകൊണ്ട് തീരദേശവാസികൾ ശ്രദ്ധിക്കണമെന്ന് അവിടെ ജില്ലാ ഭരണകൂടം അവിടെ നാട്ടുകാർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ഓറഞ്ച് അലേർട്ട് തുടരുന്നുണ്ട്. അപ്പോൾ കനത്ത മഴ രാത്രിയിലും പെയ്യും. നാളെ യെല്ലോ അലേർട്ടാണ് ഇപ്പോഴത്തെ നിലയിൽ. അതിന് മാറ്റം ഉണ്ടാകുമോ എന്നറിയില്ല. പക്ഷേ കാലാവസ്ഥാ മുന്നറിയിപ്പ് അനുസരിച്ച് നാളെ ഉച്ചവരെയൊക്കെ അവിടെ മഴ പെയ്യും എന്നുള്ളതാണ്. വളരെ ശക്തമായ മേഘങ്ങൾ കടലിൽ നിന്ന് കരയിലേക്ക് കയറി നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ കാലാവസ്ഥാ റിപ്പോർട്ടുകളുടെ ഉപഗ്രഹ ചിത്രങ്ങളിലുണ്ട്. അപ്പോൾ മഴ പെയ്യും എന്ന സൂചന അവിടെ ഉണ്ട്. പക്ഷേ എന്തായാലും ഇന്ന് പെയ്തതുപോലെയുള്ള പേമാരി കണക്കിന് കോരിച്ചൊരിയുന്ന മഴ ഉണ്ടാകില്ല എന്ന് നമുക്ക് കരുതാം. മാധ്യമപ്രവർത്തകർക്ക് നാളെ അവിടെ നിയന്ത്രണമുണ്ടാകും. തിരച്ചിൽ പ്രദേശത്തേക്ക് പോകരുത്, ഡ്രോൺ നിരീക്ഷണം, നാവിഗേഷൻ ഒക്കെയുള്ള ക്രമീകരണം ഏർപ്പെടുത്തുന്നത് കൊണ്ട് ആ നിലയ്ക്ക് അത്തരം വിദഗ്ധർക്ക് ആ ഏരിയ വിട്ടുകൊടുക്കുന്നു എന്നാണ് കളക്ടർ അറിയിച്ചത്. ഇന്ന് കനത്ത മഴയില്ലെങ്കിൽ രാത്രി 11 മണി വരെയെങ്കിലും അവിടെ നാവികസേന ഉണ്ടാകും. ഈ അവിടെ കണ്ടെത്തിയ ആ ട്രക്ക്, ആ മൺകൂമ്പാരത്തിൽ നിൽക്കുന്ന ആ ട്രക്കിനെ അവിടെ പിടിച്ചു നിർത്തുക, ലോക്ക് ചെയ്ത് നിർത്തണം. അതിന് ക്രമീകരണം ഇന്ന് ഏർപ്പെടുത്താൻ കഴിയുമോ എന്നറിയില്ല. പുഴയിൽ നീരൊഴുക്ക് കൂടിയാൽ അത് നിരങ്ങിപ്പോകുന്നുള്ള സാധ്യത അത് നമുക്കിനിയും നമ്മളുടെ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. അതുകൊണ്ട് അതിനെ അവിടെ പിടിച്ചു നിർത്തണം, ലോക്ക് ചെയ്ത് നിർത്തണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിലേക്ക് ഇന്ന് കടക്കുമോ എന്ന് നമുക്കറിയില്ല. ഒരു പക്ഷേ സാധ്യത തള്ളിക്കളയാനും ആവില്ല. വലിയ ക്രെയിനുകൾ എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ സാങ്കേതിക സൗകര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നാളത്തെ ദിവസം ഉപയോഗിക്കും. നാളെ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തും എന്നാണ് ആത്മവിശ്വാസത്തോടെ കാർവാർ MLA പറഞ്ഞത്. SP അത് തന്നെയാണ് പറയുന്നത്. നമുക്കും ആ ആത്മവിശ്വാസത്തോടു കൂടി കാത്തിരിക്കാം. നാളെ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തും. ആ ലോറിയുടെ ക്യാബിനിലാണ് നമ്മുടെ ശ്രദ്ധ മുഴുവൻ. അതിലുള്ള അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, അദ്ദേഹത്തിൻ്റെ ബന്ധു പറഞ്ഞതുപോലെ പ്രാർത്ഥനയോടെ കേരളം മുഴുവൻ കാത്തിരിക്കുകയാണ്. നാളത്തെ തെരച്ചിലിൻ്റെ, നാളത്തെ രക്ഷാദൗത്യത്തിൻ്റെ നിർണായക ഘട്ടത്തിലേക്ക് നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തി. പക്ഷേ ആ രക്ഷാകരം നമുക്ക് അവിടേക്ക് നീട്ടാൻ കഴിയുന്നില്ല. അതിന് അത് തടസ്സമാകുന്നത് മഴയാണ്, ഹെവി റെയിനാണ്. ഹെവി റെയിൻ എന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തരത്തിൽ കുത്തൊഴുക്ക് ഉണ്ടാക്കുന്ന, വലിയ ജലപ്രവാഹം ഉണ്ടാക്കുന്ന വെള്ളം ഇങ്ങനെ ഒഴുകി വരികയാണ്. അതുകൊണ്ടാണ് നമുക്ക് നമ്മളുടെ രക്ഷാകരം ആ ട്രക്കിലേക്ക് കൊടുക്കാൻ കഴിയാതെ പോകുന്നത്. നിർഭാഗ്യം എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയൂ. പക്ഷേ നാളെ നമുക്ക് പ്രതീക്ഷിക്കാം വളരെ നിർണായക വിവരങ്ങൾക്കായി.